എന്തെങ്കിലും ഒന്ന് നിർമ്മിച്ചാൽ അതിൽ പിന്നീട് എന്തൊക്കെ വെറൈറ്റി ഐഡിയാസ് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നവരാണ് മിക്കവരും. എന്നാൽ ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമായ നിർമ്മിതികളിൽ ഒന്നാണ് ബ്രിഡ്ജസ്, പാലങ്ങൾ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പാതയാണ് പാലങ്ങൾ. എന്നാൽ ആ പാലത്തിന്റെ ഘടനയിലും രൂപത്തിലും വന്ന മാറ്റങ്ങൾ ശരിക്കും കാണേണ്ടത് തന്നെയാണ്. കുറച്ച് ആർക്കിടെക്റ്റുകൾ അവരുടെ കലാവിരുത് കാണിച്ച് പണിത പാലങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇതിൽ തന്നെ ഏറ്റവും വൈറലായതും അതുപോലെ മനോഹരമായതുമായ നിർമ്മിതികളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വൺ ഓഫ് ദി ബെസ്റ്റ് എന്നും വെറൈറ്റി എന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പാലം. ടെക്നിക്കലി ഒന്നല്ല, 3 പാലമാണ്. 3ഉം ഉപയോഗിക്കാൻ പറ്റുന്നവ തന്നെയാണ്. കാണാൻ അതിമനോഹരമാണ്. ചൈനയിലെ ഷെൻസിയാൻജു താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരു റിബൺ ആകൃതിയിലുള്ള കാൽനട പാലമാണ് റൂയി ബ്രിഡ്ജ്. ഇതിൻ്റെ നിർമ്മാണം 2020 പൂർത്തിയാക്കിയത്. അതിമനോഹരമായ ആകൃതി മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിൻ്റെ അടിയിലുള്ള ഗ്ലാസ് കൊണ്ടുള്ള തറ തന്നെയാണ്. ശരിക്കും അത്ഭുതമെന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകുന്ന നിർമ്മിതി. ഏകദേശം 150 മീറ്റർ നീളമുള്ള ഈ കാൽനട പാലം വിയറ്റ്നാമിലെ ഡനാങ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായി ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. ആ 2 വലിയ കൈകളാണ് ഇതിനെ കൂടുതൽ ആകർഷകമാക്കി തീർക്കുന്നത്. ശരിക്കും അതിൻ്റെ സപ്പോർട്ട് കൊണ്ടല്ല പാലം നിൽക്കുന്നത്, പക്ഷേ ആ 2 വലിയ കൈകൾ പാലത്തിന് താങ്ങി നിൽക്കുന്നത് പോലെ കാണുന്നവർക്ക് തോന്നും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. TA ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന കമ്പനിയാണ് ഈ ഡിസൈനിന് പിന്നിൽ. ഇന്ന് ലണ്ടനിലെ ഐക്കോണിക് ആയിട്ടുള്ള ടവർ ബ്രിഡ്ജ് തീർച്ചയായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1894 തുറന്ന ഈ പാലം വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും തേംസ് നദി മുറിച്ചു കടക്കാൻ അനുവദിക്കുന്നു. അതേസമയം നദിയിലെ ഗതാഗതം, അതായത് ബോട്ടുകൾ താഴെ കൂടെ കടന്നു പോകാനും സാധിക്കുന്നു. കാരണം പാലത്തിന് 86 ഡിഗ്രി വരെ ഉയർത്താൻ കഴിയും. വളരെ ഗംഭീരമായ ഒരു നിർമ്മിതിയായി തോന്നുന്നുവല്ലേ? മനോഹരമായ സൃഷ്ടിയല്ലേ? ടിൻഡഗൽ എന്ന കാസ്റ്റിലേക്കുള്ള വഴിയാണ് ഈ പാലം. 2 വിഭജിച്ച ഭൂപ്രകൃതിയെ ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലമാണിത്. ബ്രിട്ടനിലെ ഏറ്റവും മനോഹരമായ ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണ് ടിൻഡഗൽ. 2022 അവസാനത്തിൽ വില്യം മാത്യൂസ് അസോസിയേറ്റ്സ് അനുവദിച്ച ആദ്യ ബിൽഡിംഗ് ബ്യൂട്ടി അവാർഡുകൾ ഈ പാലം നേടിയിട്ടുണ്ട്. സിംഗപ്പൂരിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഈ പാലം ശരിക്കും ഒരു ഹെലിക്സ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഈ കാൽനട പാലം സിംഗപ്പൂരിലെ മെറീന സെന്ററിനെ മെറീന സൗത്തുമായി ബന്ധിപ്പിക്കുന്നു. 2010 പൂർത്തിയായ പാലം അന്ന് പകുതി മാത്രമാണ് തുറന്നു കൊടുത്തിരുന്നത്. കാരണം സിംഗപ്പൂരിലെ മെറീന ബേ സാൻഡ്സ് എന്ന ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് അന്ന് നടന്നുകൊണ്ടിരുന്നു. ശേഷം 2010 ജൂലൈ 18 പാലം ഒഫീഷ്യലായി ഓപ്പൺ ചെയ്തു. രാത്രിയിലെ ദൃശ്യം മനോഹരമാണ്. പേര് പോലെ തന്നെ ഗ്ലാസ് ഫുഡ് പാത്തായിട്ടുള്ള പാലം. ചിലർ ഇതിനെ സ്കൈ വാക്ക് ബ്രിഡ്ജ് എന്നും പറയുന്നു. പ്രധാനമായും ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയാണ് ഈ പാലവും നിർമ്മിച്ചിട്ടുള്ളത്. 430 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും താഴെ നിന്ന് ഏകദേശം 980 അടി ഉയരത്തിൽ പാലം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പാലം കാണണമെങ്കിൽ ഒന്നും നോക്കണ്ട, ഇപ്പോൾ തന്നെ വിട്ടേക്ക് ചൈനയിലേക്ക്. നോർത്ത് വെസ്റ്റ് ഹുനാൻ പ്രൊവിൻസിലെ ഷാങ്ജിയാൻജി നാഷണൽ ഫോറസ്റ്റ് പാർക്കിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലി ആർക്കിടെക്ട് കമ്പനിയായ ഹെയിം ടോട്ടനാണ് ഈ മനോഹരമായ ഡിസൈനിന് പിന്നിൽ. ശരിക്കും വെറൈറ്റി ആയ ഒരു നിർമ്മിതിയല്ലേ?
ഏകദേശം 118 അടി ഉയരത്തിലുള്ള ഈ പാലം സിംഗപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പാലവും ഇത് തന്നെയാണ്. പാലത്തിൻ്റെ പേര് പോലെ തന്നെ വേവ് മോഡലിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. പാലത്തിന് ചുറ്റും പ്രകൃതിദത്തമായ ചെടികളാലും മരങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. സിംഗപ്പൂർ ആസ്ഥാനമായ RST ആർക്കിടെക്ട് എന്ന കമ്പനിയാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തത്. നിങ്ങൾ ഏവരും കാണാൻ കാത്തിരുന്ന ആ പാലം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരിടയ്ക്ക് ഏറ്റവും വൈറലായ ഒന്നായിരുന്നു ഈ പാലം. ഇതിൻ്റെ പിന്നിലെ നിർമ്മാതാക്കളെ ശരിക്കും അഭിനന്ദിക്കണം. അത്ര മനോഹരമായാണിത് നിർമ്മിച്ചിരിക്കുന്നത്. നെതർലാൻഡിലെ സവിശേഷമായ ഒരു ഘടനയാണ് വെലോമിർ അക്കോർഡ്. വെലോമിർ എന്ന തടാകത്തിന് കുറുകെയാണ് ഈ ആകർഷകമായ പാലം. അതുകൊണ്ട് തന്നെ ആ പേരും ഇതിന് ലഭിച്ചത്. പ്രദേശത്തെ ഗതാഗതവും ജല പരിപാലനവും ഒന്നിച്ച് മെച്ചപ്പെടുത്തിയ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം. 2002 തുറന്ന ഈ പാലം ചെറിയ ബോട്ടുകളെയും മറ്റ് ആഴം കുറഞ്ഞ ഡ്രാഫ്റ്റ് ജലവാഹനങ്ങളെയും സുരക്ഷിതമായി റോഡിൻ്റെ മുകളിലൂടെ, അതായത് വെള്ളത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. മാത്രമല്ല പാലത്തിൽ തന്നെ കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാതകൾ ഇരുവശത്തും കണ്ടെത്താനാകും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ധാരാളം വീഡിയോസ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.